നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കൂ. ഒട്ടും ടെൻഷനില്ലാതെ നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിച്ചത് എപ്പോഴായിരുന്നു? നമ്മളിൽ പലരും സന്തോഷം എന്നുള്ളത് ഭാവിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർ വിചാരിക്കും ഒരു വീട് വെച്ചിട്ട് സന്തോഷിക്കാം, ബാങ്കിൽ കുറച്ച് പണം വന്നിട്ട് സന്തോഷിക്കാം, ഇല്ലെങ്കിൽ യൂറോപ്പിലോ ദുബായിലോ ഒന്ന് ടൂർ പോയിട്ട് സന്തോഷിക്കാം. എന്നാൽ ജീവിതം എന്ന് പറയുന്ന ഈ ഓട്ടത്തിന്റെ ഇടയിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്. അതിനെ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ചികിത്സാ രീതിയെക്കുറിച്ചല്ല, മറിച്ച് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിത രീതിയെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതിന് നന്ദി പറയാന്നുള്ളതാണ്. നിങ്ങളൊന്ന് ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നീട്ടി ഒന്ന് ശ്വാസം വലിച്ചു നോക്കൂ. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അനായാസമായിട്ടാണ് ആ ശ്വാസം നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിയത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിക്കുന്ന ഒരാളെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. അവർക്ക് കിട്ടാത്ത വലിയൊരു സൗഭാഗ്യം നമുക്കില്ലേ? യാതൊരു തടസ്സവും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുക, വെള്ളം കുടിക്കാൻ പറ്റുന്നത്, മറ്റൊരാളുടെയും സഹായമില്ലാതെ സ്വന്തം ശരീരം വൃത്തിയാക്കാനും ഒന്ന് കുളിക്കാനും സാധിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പം നിസ്സാരമാണെന്ന് തോന്നും, പക്ഷെ ആക്ച്വലി നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളേ അല്ല. ഇതൊക്കെ വലിയ ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നവർക്കാണ് യഥാർത്ഥ സന്തോഷം അവരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങുന്നത്. സന്തോഷിക്കാൻ ലക്ഷങ്ങൾ മുടക്കി വിദേശയാത്രയ്ക്ക് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയി കുറച്ച് സമയം അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിംഗ് മാളിൽ കയറി വെറുതെ ഒന്ന് നടക്കുക, പ്രിയപ്പെട്ടവരുടെ കൂടെ ഫോണൊന്ന് മാറ്റിവെച്ച് കുറച്ച് സമയം സംസാരിക്കുക, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ, ഇഷ്ടപ്പെട്ടിട്ടുള്ള പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഗാർഡനിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നത് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് വെറും ഒരു ഫിലോസഫി മാത്രമല്ല, ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ശാസ്ത്രമുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് കുറഞ്ഞു വരും. രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാവും. ഇതിനു പകരം ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമൈൻ, സെറട്ടോണിൻ ഇതെല്ലാം തലച്ചോറിൽ കൂടുതലായി ഉൽപ്പാദിക്കാൻ തുടങ്ങും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മളുടെ മനസ്സ് റിലാക്സ്ഡ് ആവുന്ന സമയത്ത് ശരീരവും ആരോഗ്യമുള്ളതായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അധികം ആൾക്കാർക്കും സമാധാനം കളയുന്ന ചില ചിന്തകൾ എന്ന് പറയുന്നത്, ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കും, ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഭാവിയിൽ പണം ഉണ്ടാവുമോ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി, ബട്ട് ടുഡേ ഇസ് എ ഗിഫ്റ്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ പ്രസന്റ്. അതായത്, കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ചരിത്രമാണ്. ഇനി വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല, പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇന്നത്തെ ദിവസം അത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രസന്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ഗിഫ്റ്റിനെ നമ്മൾ പാഴാക്കി കളയരുത്. ഇനി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് സാവധാനം ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതേപോലെ സ്ലോ ആയി ആ ശ്വാസം പുറത്തേക്കും വിടുക. എന്നിട്ട് നിങ്ങൾ സ്വന്തം തോളിൽ ഒന്ന് തട്ടിയിട്ട് പറയണം, നീ നന്നായി ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് ചിരിക്കും. ഇപ്പം നിങ്ങൾ ചെയ്ത കാര്യം, അതിൽ നിന്നും കിട്ടുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുമായി നിങ്ങളുടെ സന്തോഷം ഷെയർ ചെയ്യുക. ബൈ.